ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. ഇന്ന് ഈ വേദഭാഗത്ത് നിന്ന് നാം പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗോഡ് കൺഫേംസ് ഹിസ് പ്രോമിസസ് ത്രൂ കവനന്റ്. ദൈവം തന്റെ ഉടമ്പടികളെ ഉറപ്പിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഉടമ്പടികളെ കുറിച്ചും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് അബ്രഹാമിനോട് ചെയ്തതായിരിക്കുന്ന ഉടമ്പടി. പുതിയ നിയമത്തിന്റെ ഒരു ന്യൂ കവനന്റ്, പുതിയ ഒരു ഉടമ്പടിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെയൊക്കെ പുറകിൽ കിടക്കുന്നത്, നിഴലായി ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ ദൈവിക ഉടമ്പടിയെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ വേദഭാഗത്തേക്ക് ആ ദൈവം തന്റെ ഉടമ്പടിയെ എപ്രകാരമാണ് ഉറപ്പിച്ചത് എന്നുള്ളത് പരിശോധിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്, ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാം മിസ്രയീമിലേക്ക് യാത്ര ചെയ്തു. മിസ്രയീമിൽ വെച്ച് വലിയൊരു പരാജയം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ പരാജയത്തിൽ നിന്ന് മടങ്ങി വന്ന അബ്രഹാം സമ്പത്തിന്റെ പുറകെ ഓടുന്നതിന് പകരം ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഉണ്ടെങ്കിൽ അത് മതി എന്ന് ധൈര്യത്തോടെ പറയുന്ന അബ്രഹാമിനെയാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിച്ചത്. വളരെ പ്രായോഗിക തലത്തിലേക്ക് അബ്രഹാം തന്റെ ജീവിതത്തെ കൊണ്ടുവരികയാണ്. തന്റെ സഹോദരനായിരിക്കുന്ന ലോത്തിന് ഒരു വലിയ അപകടം പിണഞ്ഞപ്പോൾ മനസ്സലിവോടുകൂടെ ഒരു വിശ്വാസി എന്ന നിലയിൽ വളരെ ഉത്സാഹത്തോടെ ലോത്തിനെ വീണ്ടെടുക്കുവാനായിട്ട് പോയ അബ്രഹാമിന്റെ വിശ്വാസത്തെ നമ്മൾ കണ്ടു. 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് അബ്രഹാം തന്റെ പടയാളികളുമായി, തന്റെ വീരന്മാരുമായി കടന്നുപോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ നാം കണ്ടത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ കുറിച്ചാണ്. അങ്ങനെ നാം 6 വാക്യങ്ങൾ ചിന്തിച്ചു. അബ്രഹാം ആ ഉടമ്പടികൾ, ദൈവം കൊടുത്തതായ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നാം പഠിക്കുന്ന ഈ വേദഭാഗത്ത് ദൈവം കേവലം കുറെ വാഗ്ദത്തങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യുന്നത്. ദൈവം ആ നൽകിയ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചതായിട്ടും ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. കുറെ വാഗ്ദത്തങ്ങൾ പറഞ്ഞ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചിലപ്പോഴൊക്കെ രാഷ്ട്രീയക്കാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊക്കെ ഇലക്ഷന് മുമ്പ് പറഞ്ഞതല്ലേ, അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുകയാണോ, അതൊക്കെ നടക്കുമെന്ന് ഓർത്തിരിക്കുകയാണോ എന്ന് ഒരിക്കൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ പറഞ്ഞത് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്. അങ്ങനെ കുറെ വാക്കു പറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ അല്ല ബൈബിളിൽ നാം പരിചയപ്പെടുന്നത്. ബൈബിളിൽ നാം കാണുന്നത്, വാക്കു പറഞ്ഞവൻ അവൻ കൃപയോടെ അതെല്ലാം നിവർത്തിക്കുകയാണ്, അത് ഉറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ഉടമ്പടികൾ അത് ദൈവത്തിന്റെ വിശ്വസ്തതയെയും ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നതിന്റെ തെളിവാകുന്നു എന്ന് നമുക്ക് ഇന്നത്തെ പഠനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം പറഞ്ഞല്ലോ. 15:6 ദൈവം അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തങ്ങളോട് അബ്രഹാം പ്രതികരിച്ചത് ആമേൻ എന്ന് പറഞ്ഞാണ് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. 7 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങളിൽ ആ വാഗ്ദത്തങ്ങളെ ദൈവം ഉറപ്പിക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അതാണ് നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിന് ദൈവം പരാതി പറഞ്ഞില്ല, ദൈവം അതിന് വഴക്കുണ്ടാക്കിയില്ല, എന്നോട് ചോദിക്കാറായോ എന്ന് ചോദിച്ചില്ല. ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമതായി നമ്മൾ ഈ വേദഭാഗത്ത് ഓർക്കണം, ഗോഡ്സ് പ്രോമിസസ് ആർ റൂട്ടഡ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾ ക്യാരക്ടർ.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വേരൂന്നിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിലാണ്. 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. അബ്രഹാം ചോദിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് അത് ഉറപ്പിച്ചു കൊടുത്തത്? ദൈവം നൽകുന്ന ഉറപ്പ് എന്താണ്? ദൈവം പറയുകയാണ്, ഞാനാകുന്നു ഈ വാഗ്ദത്തം ചെയ്തത്. ഇതൊക്കെ നിന്നോട് പറഞ്ഞത് ഞാനാകുന്നു. അതെ, നമ്മുടെ കർത്താവ് അവൻ മനുഷ്യനല്ല, അവൻ തന്റെ സ്വഭാവം ത്യജിക്കുന്നവനല്ല. ദൈവം വിശ്വസ്തനാകുന്നു എന്നുള്ള ഉറപ്പാണ് ദൈവത്തിന് ഇവിടെ നൽകുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ഉറപ്പെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആരാകുന്നു എന്നുള്ളതാണ് ദൈവിക വാഗ്ദത്തങ്ങളുടെ ഉറപ്പ്. അബ്രഹാമിന്റെ ധൈര്യം അത് ആരംഭിക്കുന്നത് വാഗ്ദത്തങ്ങളിലല്ല, അത് വാഗ്ദത്തം ചെയ്തവനിലാണ്. ഇന്നലെ നാം അതേക്കുറിച്ച് കേട്ടു. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അവൻ വിശ്വസ്തനാകുന്നു. നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. 2:13. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വ് എന്നാണ്. അതിന്റെ കാരണം അവൻ കേവലം മനുഷ്യനല്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമുക്ക് തന്നെ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് തന്നെ ആ ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിൽ നമ്മൾ തന്നെ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. എന്നാൽ ദൈവം, അവൻ അസാധ്യമായിട്ടൊന്നുമില്ലാത്തത് കൊണ്ട്, അവന് സർവവും സാധ്യമായതുകൊണ്ട് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവം എന്തൊക്കെ ചെയ്തു? ഇവിടെ അബ്രഹാമിന് ദൈവം നൽകുന്ന ഉറപ്പെന്താണ്? നിന്നെ ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നീ ഒന്ന് ഓർക്കുക. നീ ഒരു ഊർ ദേശക്കാരനായിരുന്നു, എന്നാൽ അവിടെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു, നിന്നെ വിളിച്ച് വേർതിരിച്ച് നീ പോയ വഴികളിലൊക്കെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ഫറവോ ഉപദ്രവിക്കാതെ, നിന്റെ ഭാര്യയെ ഫറവോ ഉപദ്രവിക്കാതെ ദൈവം നിന്റെ കുടുംബത്തെ എങ്ങനെ പരിപാലിച്ചു എന്നുള്ളത് നീ ഓർക്കുവാനായിട്ട് അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സൊദോമിന് വേണ്ടി അബ്രഹാം യുദ്ധം ചെയ്തപ്പോ നാം കണ്ടൊരു കാര്യമുണ്ട്. ലോത്തിന് വേണ്ടി യുദ്ധം ചെയ്തപ്പോ ചെറിയൊരു സൈന്യവുമായി പോയി വലിയ ഒരു കൂട്ടത്തെ തോൽപ്പിച്ച അബ്രഹാം, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ വിജയിച്ചു വന്നത് ദൈവം അവനെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കും തിരിഞ്ഞു നോക്കി ഓർക്കണം. ഗോഡ് റിമൈൻഡ്സ് ഏബ്രഹാം ഓഫ് ഹിസ് ഫാസ്റ്റ് ഫെയ്ത്ത്ഫുൾനെസ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം എങ്ങനെ അവനോട് വിശ്വസ്തനായിരുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്ത് എത്തിച്ച കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അവന്റെ ഭാവിയോടുള്ള ബന്ധത്തിലും ദൈവം അവന് ധൈര്യം നൽകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന നാളുകളിലും ദിവസങ്ങളിലുമൊക്കെ ഈ ദൈവത്തിന്റെ വിശ്വസ്തത നാം ഓർക്കുവാനായിട്ട് ഇടയായി തീരണം. നമ്മുടെ ജീവിതത്തെ ഗൗരവമായി നാം പരിശോധിക്കണം. ഈ ദൈവം വിശ്വസ്തനാകുന്നു, ഈ ദൈവം വാക്കു പറഞ്ഞവനാകുന്നു, ഈ ദൈവം ഇന്നും എന്നേക്കും നല്ലവനാകുന്നു എന്നുള്ളത് നാം അവന്റെ സ്വഭാവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയാകണം. നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു എന്നൊന്ന് ഓർക്കാമോ? ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിശ്വസ്തത ഞാനും നിങ്ങളും ഒന്ന് ഓർത്താൽ അതിനേക്കാൾ വലിയൊരു കഥയില്ല, അതിനേക്കാൾ വലിയൊരു സാക്ഷ്യമില്ല. പുറമേ നിന്നൊരു സാക്ഷ്യം കേട്ടിട്ട് ഉറക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നെ അനുഭവത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയും. അതുകൊണ്ട് ദൈവം ചെയ്തതെന്ന് ഓർത്താൽ മതി, ദൈവം കരുതിയതെന്ന് ഓർത്താൽ മതി, ദൈവത്തിന്റെ സംരക്ഷണം നമ്മളൊന്ന് ഓർത്താൽ മതി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകിയ മറുപടികളൊന്ന് ഓർത്താൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? കർത്താവിന് നന്ദി കരേറ്റാമോ? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ നന്മകളെ
എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകളെ ദൈവം ചെയ്തത് നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞ് തന്റെ പിതാവിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതായ സമയത്ത് കുറെ ദൂരം ഒരു കുന്നും മലകളും ഒക്കെ താണ്ടി പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പതിയെ ഇരുട്ടായി തുടങ്ങി. കുഞ്ഞിനെ ചെറിയ പേടിയായി. കുഞ്ഞ് അപ്പനോട് ചോദിച്ചു, അപ്പയ്ക്ക് ഉറപ്പുണ്ടോ നമ്മൾ പോകുന്ന ഈ വഴി ശരിയായ വഴിയാണെന്ന്? ആ അപ്പൻ പറഞ്ഞു, അതേ മോനെ, നമ്മൾ ശരിയായ വഴിക്ക് തന്നെയാ പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മോൻ ചോദിച്ചു, നമ്മൾ ശരിക്കും കറക്റ്റ് വഴിയിലൂടെ തന്നെയാണോ പോകുന്നത്? വീട്ടിൽ തന്നെ എത്തുമോ? അപ്പം പറഞ്ഞു, മോനെ എത്തും. മോൻ കുറച്ചു നേരം കൂടെ മിണ്ടാതിരുന്നിട്ട് അപ്പനോട് ചോദിച്ചു, അപ്പയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? അന്നേരം അപ്പ പറഞ്ഞു, എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയാം. ബിക്കോസ് ഐ നോ ദ വേ ഹോം. ബിക്കോസ് ഐ നോ ദ വേ ഹോം. കാരണം എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയാം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഭാര്യയ്ക്ക് അറിയാത്ത പുതിയ വഴികളിലൂടെയൊക്കെ പോകും. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് ഒരിക്കലും ചോദിക്കാറില്ല എന്താണ് ഈ വഴി തിരഞ്ഞെടുത്തത്. കാരണം എനിക്ക് വഴി അറിയാമെന്നുള്ള കോൺഫിഡൻസിലാണ് എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നത്. ഒരിക്കലും ചോദിക്കാറില്ല ഈ വഴി പോയാൽ എത്തുവോ. ബിക്കോസ് ഷീ നോസ്. എനിക്ക് വഴി അറിയാമെന്നുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ആ കോൺഫിഡൻസ് ആണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ആ ധൈര്യം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അവൻ നടത്തിയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ അവൻ കരുതിയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടെങ്കിൽ, അവൻ നമ്മുടെ ഭാവിക്ക് വേണ്ടിയും കരുതുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്തതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമതായി 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഗോഡ്സ് പ്രോമിസസ് ക്യാൻ ബി ട്രസ്റ്റഡ് വെൻ ഫുൾഫിൽമെന്റ് ഈസ് ഡിലേഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ താമസിക്കുന്നു എന്ന് കണ്ടാലും താമസിച്ചാലും നമുക്ക് അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനായിട്ട് കഴിയും. 8-ാമത്തെ വാക്യത്തിൽ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം. ഇതൊരു തുടർച്ചയായ കോൺവെർസേഷൻ ആയിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടുക. എന്നാൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എന്തായാലും അബ്രഹാം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്ക് എന്താണ് ഉറപ്പ്? ദൈവം ഇങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയുവാനായിട്ട് കഴിയും? അബ്രഹാം ഒരു ഉറപ്പിന് വേണ്ടി ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗോഡ് ബിഗിൻസ് പ്രിപ്പയറിംഗ് എ കവനന്റ്. ദൈവം അവനോട് ഒരു ഉടമ്പടി ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. 9, 10, 11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് ദൈവം കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിനൊരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധകാരവും അവന്റെ മേൽ വീണു. ഇവിടെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം പലപ്പോഴും വാഗ്ദത്തങ്ങൾ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന വേഗത്തിലല്ല ദൈവം നിവർത്തിക്കുന്നത്. കാരണം ദൈവത്തിന് എല്ലാം തക്ക സമയത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. നമുക്ക് എപ്പോഴും വേഗത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടാണ് നമുക്ക് തിരക്കാണ്, ധൃതിയാണ്. നമ്മൾ വിചാരിക്കും ഇത് പറ്റത്തില്ല, ഇത് ശരിയാവത്തില്ല. ഞാൻ വൈകി പോകാനായിട്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞത്, നമ്മുടെ തിരക്കല്ല എല്ലാവരുടെയും തിരക്ക്. എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയും, കണ്ടോ, ഇങ്ങനെ തിരക്ക് പിടിച്ച് അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവരാരും വന്ന് കാണത്തില്ല. ഏറ്റവും ആദ്യം അവിടെ ചെന്ന് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്ക് പിടിക്കാൻ അവരൊക്കെ അങ്ങനെ സമയത്ത് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ തിരക്ക് പിടിക്കുന്നവരാണ്. എന്നാൽ ദൈവം തിരക്ക് പിടിക്കുന്നവനല്ല. ദൈവം ഒരിക്കലും തിരക്ക് പിടിക്കുന്നവനല്ല. ഗോഡ് ഈസ് നെവർ ഹേസ്റ്റ്, ഗോഡ് ഈസ് നെവർ ലേറ്റ്. ദൈവം ഒരിക്കലും
തിരക്ക് പിടിക്കുന്നവനുമല്ല, ദൈവം ഒരിക്കലും വൈകിപ്പോകുന്നവനുമല്ല. എല്ലാം തക്ക സമയത്ത് ദൈവം ചെയ്യുന്നു. ഗോഡ്സ് ഡിലേ ഈസ് നോട്ട് ഗോഡ്സ് ഡിനയൽ. ദൈവം വൈകുമ്പോൾ ദൈവം അത് നടത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് നടക്കുന്നില്ലായിരിക്കാം, പക്ഷെ ദൈവം അത് ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം ഒരിക്കലും അത് പിന്നീട് ആകട്ടെ എന്നും വെച്ചിട്ടില്ല. ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. വിശ്വാസം എപ്പോഴും കാത്തിരിക്കുന്ന വിശ്വാസമാണ്. അബ്രഹാമിന്റെ ജീവിതം തന്നെ പരിശോധിച്ചാൽ മതിയല്ലോ. അബ്രഹാം 25 വർഷത്തോളം ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നതായി ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫെയ്ത്ത് ഇൻ ദ വെയിറ്റിംഗ്. വിശ്വാസത്തോടെ കാത്തിരിപ്പിന്റെ സമയമാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന പരിശോധന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ബിലീവ് വെൻ ദ ആൻസർ കംസ് ടുമോറോ. നാളെ വരുന്ന ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എളുപ്പമാണ്, വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ കാത്തിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തെ ആശ്രയിക്കുന്നത്. ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാനായിട്ട് പഠിക്കും. ഗോഡ്സ് ടൈമിംഗ് ഈസ് നെവർ ലേറ്റ്. ദൈവത്തിന്റെ സമയം ഒരിക്കലും വൈകിപ്പോവുകയില്ല. എ ഡിലേഡ് പ്രോമിസ് ഈസ് നോട്ട് എ ബ്രോക്കൺ പ്രോമിസ്. ഒരു വാഗ്ദത്തം താമസിക്കുമ്പോൾ വാഗ്ദത്തം നിവർത്തിക്കുകയില്ലെന്നല്ല. എ ഡിലേഡ് പ്രോമിസ് ഈസ് നോട്ട് എ ബ്രോക്കൺ പ്രോമിസ്. കാരണം ദൈവം ഫെയ്ത്ത്ഫുൾ ആണ്, വിശ്വസ്തനാണ്. ഒരിക്കലും ഒരു കൃഷിക്കാരൻ ഒരു നല്ല വിത്ത് തന്റെ ഭൂമിയിൽ നട്ടു. എല്ലാ പ്രഭാതവും അദ്ദേഹം തോട്ടത്തിൽ പോകും. എല്ലാ ദിവസവും അദ്ദേഹം വെള്ളം ഒഴിക്കും. അതിന് ചുറ്റുമുള്ള ആ നട്ട സ്ഥലത്തിന് ചുറ്റുമുള്ള കളകളെല്ലാം പറിച്ചു കളയും. താൻ നട്ട ആ വിത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക. ചില ദിവസങ്ങൾ കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. ഗ്രൗണ്ടിലേക്ക് നോക്കിയപ്പോൾ വ്യത്യാസമൊന്നും കാണുന്നില്ല, ഭൂമിയിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. ഒരയൽക്കാരൻ വന്ന് പറഞ്ഞു, എന്തിനാ നിന്റെ സമയം പാഴാക്കുന്നത്? എത്ര ദിവസമായി നീ വെള്ളം ഒഴിക്കുന്നത്? ഒന്നും മുളച്ചു വരുന്നില്ലല്ലോ. കൃഷിക്കാരൻ പറഞ്ഞു, എനിക്കറിയാം, ഞാനാണ് ഇവിടെ വിത്ത് നട്ടത്, ഞാൻ കാത്തിരിക്കും, ഒന്നും സംഭവിക്കുന്നില്ല. അയൽക്കാരൻ പറഞ്ഞു, നീ ഒന്നും കാണാൻ പോകുന്നില്ല. കൃഷിക്കാരൻ പറഞ്ഞു, എനിക്ക് വേര് കണ്ടിട്ട് വേണ്ട ഞാൻ നട്ട വിത്ത് ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, തക്ക സമയത്ത് ഒരു പച്ച മുള പൊട്ടിപ്പുറപ്പെടുന്നത് കാണുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, the delay did not mean the seed was dead. താമസം വരുമ്പോ ഓർക്കണേ, വിത്ത് കെട്ടുപോയി എന്ന് വിചാരിക്കരുത്. അതിന്റെ അർത്ഥം ആ വിത്ത് വളരുന്നുണ്ട്, മണ്ണിനടിയിൽ വളരുന്നുണ്ട്. ഞാനത് കാണുന്നില്ലെന്നേ ഉള്ളൂ. കാരണം വാക്കു പറഞ്ഞൊരു ദൈവം ഉള്ളത് കൊണ്ട്. ദൈവത്തിന്റെ വാക്കാണ്, നമ്മുടെ തോന്നലുകളല്ല, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ദൈവമാണ് വാക്ക് പറഞ്ഞതെങ്കിൽ he is faithful. 3, 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ കാണാൻ കഴിയുന്ന ഒരു കാര്യം, God's covenant gives assurance that his purpose will be fulfilled. 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മള് 12ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യം വായിച്ചല്ലോ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാഹാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന് ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ച ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള. ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. God's covenant gives assurance that his purpose will be fulfilled. ഈ ദൈവിക ഉടമ്പടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തിക്കായിട്ടാണ്
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് ഇവിടെ യാഗത്തിന് വേണ്ടതെല്ലാം ഒരുക്കുവാനായിട്ട് പറയുകയാണ്. നമ്മളത് 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതെല്ലാം അബ്രഹാം ഒരുക്കി. അതെല്ലാം ഒരുക്കി വെച്ചിട്ട് അതിന്റെ ആ ഒരുക്കി വെച്ചതിന്റെ നടുവിലൂടെ ഒരു തീച്ചൂള, ഒരു തീപ്പന്തം കടന്നു പോയതായിട്ട് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അത് ഒരു ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്, ഒരു ഉടമ്പടിയുടെ ഭദ്രതയാണ്. ഗോഡ് ഹിംസെൽഫ് കൺഫേംസ് ദ കവനന്റ്. അബ്രഹാം തനിക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടി അബ്രഹാം എന്തെങ്കിലും ചെയ്യുകയല്ല, അബ്രഹാമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുകയാണ്? തന്റെ ഉടമ്പടിയെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവിക വാഗ്ദത്തങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ദൈവം എപ്പോഴും തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാണ്. യിരെമ്യാ പ്രവചനം 34-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ 18-19 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. യിരെമ്യാവ് 34:18. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ഉടമ്പടികൾ ചെയ്യുന്നത്, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതിന്റെ അടയാളമാണ് യാഗമൃഗത്തെ രണ്ടായി പിളർന്ന് അതിന്റെ നടുവിലൂടെ കടന്നു പോവുക. ഇവിടെ ഈ തീച്ചൂള കടന്നുപോയത് ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ നടുവിലൂടെ കടന്നുപോയി എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ അബ്രഹാം ദൈവത്തോടല്ല ഉടമ്പടി ചെയ്തത്, ദൈവം അബ്രഹാമിനോടാണ് ഉടമ്പടി ചെയ്തത്. എന്നാൽ യിരെമ്യാവ് 34:18 നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തോട് ഉടമ്പടി ചെയ്തതിനെ കുറിച്ചാണ്. അതെ, ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്നു എന്ന് നമുക്ക് അതിനാൽ ഉറയ്ക്കുവാൻ കഴിയും. മനുഷ്യർ ദൈവത്തോട് വാഗ്ദത്തം ചെയ്യും, കർത്താവ് ഇന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും 5 അധ്യായം ബൈബിൾ വായിച്ചോളാം. പക്ഷെ നമ്മൾ പലപ്പോഴും അതിൽ പരാജയപ്പെടും. എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചോളാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും. കർത്താവെ, ഞാൻ എൻ്റെ ദശാംശം കൃത്യമായിട്ട് കൊടുത്തോളാം. നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും. എന്നാൽ നമ്മളോട് വാഗ്ദത്തം ചെയ്ത ഉടമ്പടി ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അബ്രഹാമിന്റെ കഴിവ് പരിമിതമായിരിക്കാം, ദൈവത്തിന്റെ കഴിവ് അപരിമിതമാണ്. അബ്രഹാം കഴിവ് കുറഞ്ഞവനാണെങ്കിൽ ദൈവം കഴിവിൽ പൂർണ്ണനാണ്, മതിയായവനാണ്. God's promises depend on God's power, not human strength. അബ്രഹാമിന്റെ ശക്തിയല്ല ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നത്. Our confidence is in the one who stands behind the promise. വാഗ്ദത്തങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളൊക്കെ വീട് പണിയാറുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ നമ്മള് ചില സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പറയും, അയ്യോ, ഈ സ്ഥലമേ മാറിപ്പോയി, പണ്ട് ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ഒരിക്കൽ കാട് പിടിച്ച് കിടന്ന സ്ഥലം, ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം, ഇപ്പോ കടന്നു പോകുമ്പോൾ അവിടെ വലിയ കെട്ടിടങ്ങളൊക്കെ നിവർന്നു നിൽക്കുകയാണ്. നമ്മൾ എപ്പോഴും അത്ഭുതപ്പെടും. എന്താ അതിന്റെ കാരണം? അവിടെ കാട് പിടിച്ച് കിടന്ന ഒരു ഭൂമിയിൽ ഒരു ആർക്കിടെക്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് വരച്ചു. കാട് പിടിച്ച് കിടന്ന, ഒരു പക്ഷെ നിരപ്പല്ലാതെ കിടന്ന ഒരു ഭൂമിയായിരിക്കാം. പക്ഷെ അവിടെ ഒരു ആർക്കിടെക്റ്റ് ആ ഭൂമിയെ ഒന്ന് കണ്ടു, അദ്ദേഹം അതൊന്ന് പ്ലാൻ ചെയ്തു, അദ്ദേഹം ആ നിലമൊരുക്കി, അവിടെ ആ കെട്ടിടം പണിയുവാനായിട്ടിടയായി തീർന്നു. ഒരുപക്ഷെ ഇവിടെ ഈ നാട് ഇങ്ങനെയൊക്കെ വികസിക്കുമോ എന്ന് അത്ഭുതപ്പെടുമാർ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. കാരണം അതിന്റെ പുറകിൽ പ്ലാൻ ചെയ്യുന്ന ഒരുവനുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും അതുപോലെയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. 1900-ലെ ഒരു വലിയ ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം. ചൈനയിൽ നിന്ന് മിഷണറിമാരെ തുരത്താൻ വേണ്ടി അവർ നടത്തിയ ഒരു കലാപമാണ്. ബോക്സർ റിബല്യൻ എന്നാണ് അതിനെ വിളിക്കുക.
ചൈന ഇൻലാൻഡ് മിഷന്റെ ഫൗണ്ടർ ആയിരുന്ന ജെ ഹഡ്സൺ ടൈലർ ഒരിക്കൽ തന്റെ സ്നേഹിതനോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ആ പീഡനത്തിൽ ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയി. ആ മിഷണറി സംഘടന ഒത്തിരി പീഡനങ്ങളിലൂടെ കടന്നുപോയി. അന്ന് ഹഡ്സൺ ടൈലർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ കനോട്ട് റീഡ്, ഐ കനോട്ട് തിങ്ക്, ഐ കനോട്ട് ഈവൻ പ്രേ, ബട്ട് ഐ ക്യാൻ ട്രസ്റ്റ്. അദ്ദേഹത്തെ ജയിലിലിട്ട സമയത്ത് പറയുന്നതാണ്, എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല, പക്ഷെ എനിക്ക് എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കാൻ കഴിയും. ഇറ്റ് വാസ് ഡാർക്ക് ടൈം, ബട്ട് ഗോഡ് ഇവഞ്ച്വലി ഗേവ് ലൈറ്റ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് തിരുവചനത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് കഴിയട്ടെ. നാലാമതായി വേദഭാഗം നമ്മോട് പറയുന്നത്, ഗോഡ്സ് കവനന്റ് ഇൻക്ലൂഡ്സ് ഹിസ് പർപ്പസ് ഇൻ ദ പ്രോസസ്. ഈ ദൈവത്തിന്റെ ഉടമ്പടിയിൽ ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്തതിയെ 400 സംവത്സരം പ്രവാസികളായിരുന്നു അവർ മിസ്രൈമിൽ ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത്, ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ, ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ പറയാറുണ്ട്, അബ്രഹാം ദൈവത്തെ സംശയിച്ചത് കൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചതാകുന്നു എന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം, ദൈവം ഇസ്രായേൽ എന്ന ജാതിയെ ഒരു ജാതിയാക്കി മാറ്റിയത് ഈജിപ്തിൽ വെച്ചാണ്. ഇന്ത്യയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇന്ത്യ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ കൂടിക്കിടന്ന, ഒരുപാട് നാട്ടുരാജ്യങ്ങളുള്ള ഒരു ദേശമായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ എന്ന ഒരു ചിന്ത വന്നതിന്റെ കാരണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആ പോരാട്ടമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ, അവർ ഇന്ത്യയെ പിടിച്ചടക്കിയില്ലായിരുന്നെങ്കിൽ, ഈ പ്രദേശത്തുള്ള നാട്ടുരാജ്യങ്ങൾക്കെല്ലാം നമ്മൾ ഒരുമിച്ച് പൊരുതിയെങ്കിലേ അവരെ ഇവിടെ തുരത്താൻ കഴിയൂ എന്ന ചിന്ത വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന ഒരു രാജ്യം ഉണ്ടാകയില്ലായിരുന്നു. എന്നതുപോലെ ഈജിപ്തിന്റെ കീഴിൽ ഈ ഇസ്രായേൽ ജനം അടിമത്വത്തിൽ കഴിഞ്ഞതുകൊണ്ടാണ് അവർക്ക് തങ്ങൾ ഒരു ദേശം, 12 ഗോത്രങ്ങൾ ഒറ്റ ദേശമായി മാറുന്നതിന്റെ കാരണം, ഒരു രാജ്യമായി മാറുന്നതിന്റെ കാരണം അവരാ പ്രക്രിയയിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. ദൈവം അബ്രഹാമിനോട് താൻ സഹിക്കേണ്ടി വരുന്നത് തന്റെ ജനം സഹിക്കേണ്ടി വരുന്ന കഷ്ടതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ പ്രോമിസ് ഇൻക്ലൂഡ്സ് എ ഡിഫിക്കൽട്ട് ജേർണി. വാഗ്ദത്തങ്ങളുടെ നടുവിൽ ഒരു ക്ലേശകരമായൊരു സ്റ്റേജ് ഉണ്ട്. ആരും വിചാരിക്കരുത് വാഗ്ദത്തങ്ങൾ എപ്പോഴും സ്മൂത്ത് ആയിരിക്കും, അത് പെട്ടെന്ന് നടക്കും. നോ, വാഗ്ദത്തം ഉണ്ടെങ്കിൽ കാത്തിരിക്കണം. വാഗ്ദത്തം ഉണ്ടെങ്കിൽ കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. വാഗ്ദത്തം ഉണ്ടെങ്കിൽ വീണ്ടെടുപ്പുണ്ട്. വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഒരു പൂർത്തീകരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കഷ്ടതയൊന്നും വരില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. കഷ്ടതകളൊക്കെ വരാം, അതൊക്കെ നിവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഡോണ്ട് ജഡ്ജ് ദ സ്റ്റോറി ടു ഇയർലി. ഈ മിസ്രൈമിൽ അടിമത്വത്തിലേക്കൊക്കെ പോകുമെന്നാണോ അപ്പൊ ഈ പറയുന്നത്? അപ്പോ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളോ സംശയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ക്ലേശകരമായ പേജുകൾ മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ അപ്പുറത്ത് കഥ മുഴുവൻ വായിക്കണം, സംഭവം മുഴുവൻ വായിക്കണം. സഫറിങ് ഡസ് നോട്ട് ക്യാൻസൽ ഗോഡ്സ് പർപ്പസ്. യോസേഫിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഉൽപ്പത്തി 50:20 ദൈവം യോസേഫിനെ അത് നന്മയാക്കി മാറ്റി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം യോസേഫിന് നന്മയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില ക്ലേശങ്ങളൊക്കെ, യോസേഫ് മിസ്രൈമിൽ പോയത്, അവിടുത്തെ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപുള്ള ആ ചരിത്രം, അത് മാത്രം വായിച്ചാൽ ഒരുപക്ഷെ
ഇതെന്തൊരു ട്രാജഡിയാണെന്ന് തോന്നാം. പക്ഷെ അതിനെ നന്മയാക്കി മാറ്റുന്ന, ട്രാജഡിയെ ഒരു മിസ്റ്ററിയാക്കി മാറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവസാനമായി, അഞ്ചാമതായി, ദൈവത്തിന്റെ ഉടമ്പടി, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയുടെ ഉറപ്പാണ്, വാഗ്ദത്തമാണ്. 18, 19, 20, 21 വാക്യങ്ങളിൽ അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്യുകയാണ്. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിന്യർ, കെനിസ്യർ, ഖദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, എഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ദേശക്കാരെ കുറിച്ചുള്ള വാക്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ മടങ്ങി വരുന്നതിനോടുള്ള ബന്ധത്തിലാണ്. മോശയോട് ദൈവം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേ ദേശക്കാരെ കനാൻ ദേശത്ത് നിന്ന് നീക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്ത പദ്ധതിയിൽ അബ്രഹാം ഒരു പങ്കുകാരനായി മാറുകയാണ്. ഉൽപ്പത്തി 12-ന്റെ 3-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതെ, ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി, ദൈവത്തിന്റെ ഒരു വലിയ പ്രക്രിയ. അബ്രഹാമിലൂടെ ദൈവം ജാതികളെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഇന്നും ആ വാഗ്ദത്ത നിവൃത്തി ശേഷിക്കുകയാണ്. ഗലാത്യ ലേഖനം 3:16 ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യം അവിടെ കൂട്ടിയപ്പെടുകയാണ്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി യേശു ക്രിസ്തുവിലൂടെയാണ് നിവർത്തിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിലൂടെ ഒരു പുതിയ ഉടമ്പടി ലൂക്കോസ് 22:20 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. അതെ, ഒരു പുതിയ ഉടമ്പടിയിലേക്കുള്ള ആ ഉറപ്പാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അനേക ജാതികളിലേക്ക് ദൈവം അവിടെ അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമിനോട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ജാതികളുടെ കൂട്ടത്തെ അവിടെ പേര് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് ഭൂമിയുടെ അറ്റത്തോളവും ഈ ഉടമ്പടിയുടെ പൂർത്തീകരണം യേശു ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമ, യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണം, യേശു ക്രിസ്തുവിലൂടെയുള്ള നിരപ്പിന്റെ ശുശ്രൂഷ, യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ സകല ജാതികൾക്കും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ ഏറെക്കുറെ കണക്ക് നോക്കിയാൽ 5000 വർഷം പുറകോട്ട് നോക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 5 വലിയ സത്യങ്ങളാണ് നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ ഉടമ്പടികൾ ദൈവത്തിന്റെ സ്വഭാവത്തിലാണ്. ദൈവത്തിന്റെ ഉടമ്പടി അത് എത്ര കാലതാമസം നേരിട്ടാലും അത് നിലനിൽക്കും. ദൈവത്തിന്റെ ഉടമ്പടി ദൈവത്തിന്റെ ഉദ്ദേശത്തിനാണ് ഉറപ്പ് പറയുന്നത്. ദൈവത്തിന്റെ ഉടമ്പടികൾ അതിനൊരു പ്രക്രിയയുണ്ട്. അതൊരു പക്ഷെ കഷ്ടതയുടേതായിരിക്കാം, അതൊരു പക്ഷെ പ്രതിസന്ധിയുടേതായിരിക്കാം. പക്ഷേ അത് ദൈവത്തിന്റെ ഉടമ്പടി ആ പ്രക്രിയയിലൂടെയൊക്കെ കടന്നുപോയി അതിനൊരു ക്ലൈമാക്സ് പേജ് ഉണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിലൂടെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. നമുക്ക് ഈ വലിയ ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. 4 കാര്യങ്ങളാണ് ഈ ഉടമ്പടി നമ്മളോട് പറയുന്നത്. ദൈവത്തിന് നമ്മളോട് കള്ളം പറയാൻ കഴിയുകയില്ല. ഗോഡ് കനോട്ട് ലൈ. ദൈവത്തിന്റെ കഴിവുകേടല്ല, ദൈവത്തിന്റെ സ്വഭാവമാണ്. ഗോഡ് കനോട്ട് ഫെയിൽ. ദൈവത്തിന് പരാജയപ്പെടുവാൻ സാധ്യമല്ല. കാരണം അവനൊരു ഉദ്ദേശമുണ്ട്, അത് നിലനിൽക്കും. ഗോഡ് കനോട്ട് ഫോർഗെറ്റ് ഹിസ് കവനന്റ്. ദൈവത്തിന് തന്റെ ഉടമ്പടികൾ മറന്നുപോകാൻ സാധ്യമല്ല. ഗോഡ് ഫിനിഷസ് വാട്ട് ഹി ബിഗിൻസ്. നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ തികയ്ക്കുമെന്ന് ഇന്നലെ നമ്മൾ വായിച്ചല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ദൈവം, അവൻ വിശ്വസ്തനാണ്. അവൻ കള്ളം പറയുന്നവനല്ല, വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. ദൈവത്തിന് പരാജയപ്പെടാൻ സാധ്യമല്ല, ദൈവത്തിന് മറക്കാൻ സാധ്യമല്ല. ദൈവത്തിന് അവൻ ആരംഭിച്ചത് പൂർത്തീകരിക്കാതിരിക്കാനും കഴിയില്ല. അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും.
ആ വലിയ ഉറപ്പോടെ, ആ വലിയ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും ഒരു നിമിഷം ആ വാഗ്ദത്തങ്ങളിൽ ഉറപ്പ് പ്രാപിച്ചാട്ടെ. താമസം ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ അതിന്റെ ആ പ്രക്രിയയുടെ നടുവിൽ കഷ്ടതയും പ്രതിസന്ധികളും ഒക്കെ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നിരാശപ്പെടേണ്ട, മടുത്തു പോകണ്ട. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം എഴുതി ഒപ്പിട്ട ഒരു ഉടമ്പടി. ദൈവം നമ്മളോടും ഒക്കെ ഓരോരുത്തരോടും തന്റെ രക്തത്താൽ മുദ്രയിട്ട ഒരു ഉടമ്പടി. വാഗൊണ്ട് പറഞ്ഞാൽ അത് മതി, അത് ഒപ്പിട്ടാൽ അത് കുറച്ചുകൂടെ ഉറപ്പാണ്. ദൈവം അബ്രഹാമിന് അതുപോലെ ഉറപ്പിച്ചു കൊടുത്തു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് തന്നെ മതി. പക്ഷെ അബ്രഹാമിന് ദൈവം പറയുക മാത്രമല്ല, അബ്രഹാമിന് ദൈവം അത് ഉറപ്പിച്ചു കൊടുത്തു. ഹിസ് പ്രോമിസ് ഈസ് സർട്ടൈൻ ബിക്കോസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനായതുകൊണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ വാഗ്ദത്തം ലഭിച്ച ഞങ്ങൾ കടന്നു പോകുന്നത് പ്രതിസന്ധിയിലൂടെയും, കടന്നു പോകുന്നത് പുറമേ അടയാളങ്ങളൊന്നും കാണാത്ത, ലക്ഷണമൊന്നുമില്ല, നടക്കുമെന്നുള്ള ഒരു ലക്ഷണവും ഇല്ലാത്തതുപോലെ പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവെ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയിൽ മുറുകെ പിടിക്കുക. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യത്തോടെ നിൽക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണം. പിളർന്നു വെച്ചതിന്റെ നടുവിലൂടെ കടന്നുപോയ ആ തീപ്പന്തം ഞങ്ങൾ കാണുന്നു. യേശു ക്രിസ്തുവിലൂടെ ആ നൽകിയ വാഗ്ദത്തം ഞങ്ങൾ കാണുന്നു. അതിനെ തികയ്ക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ആ ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.